മോത്തി ഇന്നലെ വൈകുന്നേരം, അതായത് ഈ അഫ്ഫാൻ ഇവിടെ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ ഏകദേശം 5:30 മണിയോട് കൂടിയാണ് ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാകുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ബൈക്ക് ഉപേക്ഷിച്ച് മറ്റൊരു ഓട്ടോറിക്ഷയിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഈ വിവരം അറിഞ്ഞ് പോലീസ് ഇവിടേക്ക് ഓടിയെത്തിയപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ, ഇന്നലെ ഏകദേശം 6 മണിയോട് കൂടിയാണ് പോലീസ് ഇവിടെ എത്തിയതെന്നാണ് പറയുന്നത്. എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചത്? നമ്മൾ ഈ ഇപ്പുറത്ത് കടലോട് നിൽക്കരുത്, പിന്നെ ഒരു വണ്ടി അവിടെ ചവിട്ടിയിട്ട് റിമോട്ട് എടുത്തിട്ട് വണ്ടി തിരിച്ച് റിട്ടേൺ വന്ന് ബാക്ക് എടുത്ത് ഇതിനകത്ത് കയറി. ഈ തടിക്കടവിടെ നിൽക്കായിരുന്നു, കൃഷ്ണൻ ഞാൻ നമ്മളെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെന്നറിയാൻ വയ്യല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലമല്ലല്ലോ. ഇനി വല്ല ചീട്ടുകളിയാ ചാരയും കൂടി ഉണ്ടോ അറിയാം, അങ്ങനെ അറിയാക്കില്ല മനുഷ്യത്വങ്ങൾ. അത് നമ്മൾ ഈ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ ഓടി വരെയായിരുന്നു. ഓടി വന്ന് വണ്ടി ഇവിടെ ചവിട്ടിയിട്ട് ഇവർ ഗേറ്റ് ഒന്ന് അകത്ത് കയറി, ഗേറ്റ് അടച്ചേക്കായിരുന്നു. അകത്ത് കയറി നമ്മളിവിടെ നിൽക്കുകയായിരുന്നു. ഈ ഗേറ്റ് വെളിയിൽ നിന്ന് പൂട്ടിയേക്കായിരുന്നു? പൂട്ടിയിട്ടാണ് ചാരിയിരിക്കുന്നത്. അവൻ്റെ ബൈക്ക് അവിടെ ഇരിക്കാനുണ്ട്. നമുക്കെല്ലാം ഡെയിലി കാണണം. ആ കുഞ്ഞുമേനൊക്കെ നമ്മൾ നല്ല എൻ്റെ ട്യൂഷനൊക്കെ വന്ന പയ്യൻ, നല്ല സ്നേഹമുള്ള പയ്യനായിരുന്നു. അപ്പോൾ നമ്മൾ അന്തം വിട്ട് ഓടി ഒന്ന് കയറി ഒരു പോലീസ് ഇവിടെ ഒരാൾ ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ബാക്കിയെല്ലാം അകത്തോട്ട് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞു, അകത്ത് കയറണ്ട, ഇവിടെ ഒന്നായെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ തന്നെ നിൽക്കായിരുന്നു. ഇങ്ങനെ എത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രശ്നം നടന്നു. ഈ സമയത്തൊക്കെ നമ്മളുടെ ഇതൊന്നും ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ. നമ്മളിവിടെ നിൽക്കായിരുന്നു, ഒരു ബഹളമൊന്നും സൈലൻ്റായിരുന്നു സംഗതി ഇതിനകത്തൊക്കെ നടന്നത്. ഈ സമീപത്തൊക്കെ ഒട്ടനവധി വീടുകളുണ്ട്. ഇപ്പോൾ ഈ അഫാന്റെ വീട്ടിന്റെ ഇടതുവശത്തും വലതുവശത്തൊക്കെ വീടുണ്ട്. ഇവിടെ ആള് താമസമൊന്നുമില്ല. ഇല്ല, താമസമില്ല. അതുകൊണ്ടായിരിക്കണം ഈ ബഹളം പുറത്ത് കേൾക്കാത്തത്. ഇല്ല, ചെയ്ത പ്രവൃത്തികളെ കൊണ്ട് ഒന്ന് വിളിയൊന്നും കേൾക്കാം. നമ്മൾ അത്ര വിളിയൊന്നും കേൾക്കാക്കൂലല്ലോ. വിളിയൊന്നും ഒരു വിളിയുണ്ടെങ്കിൽ കുറച്ച് കേൾക്കാൻ പറ്റും. ആ വീട്ടിലിപ്പോ ആള് താമസം ഇല്ല. ഇവിടെ താമസമുണ്ട്. അവരൊന്നും പുറത്ത് സൗണ്ട് കേട്ടില്ല. അവര് പിന്നെ അറിയണതല്ല. ഈ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പിന്നെ ഇത് പോലീസ് ചെയ്തതിനു ശേഷം അറിയണത്. ഈ ഇവിടെ നിന്ന് വണ്ടിയുടെ അയക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ. ഒരു പുതിയ ബൈക്കാണ്. ഇപ്പോൾ കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഏറെക്കുറെ 1.5 ലക്ഷത്തോളം വിലയുള്ള ഒരു പുതിയ ബൈക്കാണ്. ഇതിപ്പോൾ സമീപകാലത്ത് വാങ്ങിയതാണ്. പക്ഷെ നമ്മൾ ഈ പയ്യന്മാരെ ആ കൊച്ചുപയ്യനൊക്കെ നല്ല സ്നേഹങ്ങൾ, ട്യൂഷനൊക്കെ വരുന്നുണ്ട്. നല്ല സ്നേഹപരം ലേവനായിട്ട് നല്ല സ്നേഹങ്ങളാണ്. പോകുന്നു വരുന്നത്, പള്ളിയിൽ കൊണ്ടാക്കുന്നു. അഫാൻ എങ്ങനെയായിരുന്നു നിങ്ങളോട്? കുഴപ്പമൊന്നുമില്ല. ഒരു പ്രത്യേകം നമുക്ക് ഓരോരുത്തരുടെ മനസ്സല്ലേ, നമ്മുടെ അടുത്ത് നല്ല ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഡെയിലി മിക്ക ദിവസം കാണുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ പണി ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ സഹകരിക്കുമായിരുന്നു, മിണ്ടുമായിരുന്നു. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്കറിയില്ല, ഒരാളെ മനസ്സങ്ങനെ അറിയില്ലല്ലോ. നമ്മൾ അറിയില്ല. പക്ഷെ ആ കുഞ്ഞുപയ്യൻ്റെ കാര്യം ഭയങ്കര വിഷമമായിപ്പെട്ടു. അഫാൻ എപ്പോഴും അനിയൻ്റെ ഒപ്പമായിരുന്നു. നല്ലൊരു പയ്യനായിരുന്നു. ഇന്നലെ കൊണ്ട് ആഹാരം മേടിച്ചു കൊടുത്തോണ്ട് ആ പയ്യന് വാങ്ങിച്ചു കൊടുത്തു. മൂത്തി അത് തന്നെയാണ്. കാരണം ഈ വീടിന്റെ തൊട്ട് സമീപത്ത് 2 വീടുകളുണ്ട്. ഇതിന്റെ ഇടതുവശത്ത് വലതുവശത്ത് വീടുണ്ട്. അതിൽ വലതുവശത്തുള്ള വീട്ടിൽ ആള് താമസമില്ല. പക്ഷേ ഇടതുവശത്തെ വീട്ടിൽ, അതായത് ഈ റോഡിൽ നിന്ന്, ഈ പെരുമല എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ ഉള്ളിലേക്ക് കയറുമ്പോഴാണ്, ഒരു ഇട റോഡിലാണ് ഈ വീടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ സമീപത്തുള്ള ഒരു വീട്ടിൽ ആള് താമസമില്ല. പക്ഷെ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ തന്നെ ആള് താമസമുണ്ട്. ആ സമീപവാസികളൊന്നും തന്നെ ഈ ഇവിടുത്തെ നിലവിളികളോ അത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങളും അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഏകദേശം 6 മണിയോട് കൂടിയാണ് ഇവിടെ പോലീസ് എത്തുന്നത്. കാരണം ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ടുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഓട്ടോറിക്ഷയിൽ എത്തിയാണ് പ്രതി അഫാൻ ഈ ഒരു കൊലപാതക വിവരം പോലീസിനെ അറിയിക്കുന്നത്. താൻ 6 പേരെ കൊല ചെയ്തു എന്നുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നത്. ഇത് ഈ ഒരു പരിഭ്രാന്തിയിൽ, അതായത് നമുക്കുള്ള ഒരു 6 പേരുടെ കൊലപാതകം നടന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഞെട്ടൽ, ആ ഞെട്ടൽ തന്നെയാണ് ഈ പോലീസിനും ഉണ്ടായിരുന്നത്. തുടർന്ന്